ദൈവത്തിന് നിങ്ങളുടെ സാമ്പത്തികത്തെ അഥവാ പണത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഈ സന്ദേശത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ധാരാളം പണം തരും എന്നല്ല. ദൈവം നൽകിയതായ സാമ്പത്തികത്തിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരായി തീരണം. അതിനുള്ളതായ ദൈവവചനത്തിൻ്റെ തത്വങ്ങൾ ദൈവവചനത്തിനനുസരിച്ച് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വലിയവനായ ദൈവത്തിന് നമ്മെ സാമ്പത്തികമായി അനുഗ്രഹിക്കുവാൻ കഴിയും. ഇങ്ങനെ ദൈവം നൽകുന്നതായ സാമ്പത്തികം അഥവാ പണം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് അനുഗ്രഹത്തെക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ശാപത്തിന് കാരണമാകും എന്ന് നാം തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി നമ്മുടെ പണത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവവചനം നൽകുന്നതായ 6 പ്രധാനപ്പെട്ടതായ തത്വങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 തിമോത്തിയോസിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇതു ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നൽകുന്നതായ 1-ാമത്തെ തത്വം ഇതാണ്: നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നവർ ആയിരിക്കരുത്. നിങ്ങൾ പണത്തെ സ്നേഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പണത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം ആഗ്രഹിക്കുന്നത് നാം പണത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ ആയിരിക്കരുത് എന്നുള്ളതാണ്. പകരം ദൈവം നമ്മുടെ പണത്തെ നിയന്ത്രിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ദൈവം നമ്മുടെ പണത്തെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തെ നിയന്ത്രിക്കുമ്പോൾ പണം മുഖാന്തരം ഉണ്ടാകുന്നതായ ആവശ്യമില്ലാത്ത കൊടുക്കൽ വാങ്ങലുകൾ നടത്തുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പകരം ആ പണം നമുക്ക് ഉപയോഗപ്രദവും അനുഗ്രഹപ്രദവുമാകുന്ന ജീവിത രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമ്മൾ പണത്തെ സ്നേഹിക്കുന്നവരാകുമ്പോൾ ആ പണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപം കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. നാം പണത്തെ സ്നേഹിക്കാത്തവരാണ് എങ്കിൽ ആ പണം ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമുക്കറിയാം, ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ ലഭിക്കുന്നതായ പണം കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് സഹായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്ചര്യപരമായ ഒരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളുടെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ മതിപ്പുളവാക്കുകയും അവർ നിങ്ങളോട് പൂർണ്ണമായ രീതിയിൽ സഹകരിക്കുവാനും അവർ നല്ല പോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനും അതിലൂടെ സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഇടയാകുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് നാം പണത്തെ സ്നേഹിക്കുന്നവരെ ആഗ്രഹിക്കരുത്.
നാം ഇങ്ങനെ മറ്റുള്ളവരെ കരുതുമ്പോൾ, അവരുടെ ഇടയിൽ ഒരു മതിപ്പ് ഉളവാക്കുമ്പോൾ, അവർ ജോലിയിൽ നമ്മോട് ചേർന്ന് അവർ വിശ്വസ്തരായിരിക്കും. അത് നിങ്ങളുടെ വ്യാപാര കാര്യങ്ങളെ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയാകും എന്നുള്ളത് നാം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, ദൈവം നിങ്ങളുടെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കും. നിങ്ങൾ ഉദ്ദേശശുദ്ധിയുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ സാമ്പത്തികത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവിടെ എബ്രായ ലേഖനക്കാരൻ ഇപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം എന്നുള്ളതാ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ കരത്തിൽ ലഭിച്ചതായ പണം, അത് ദൈവഹിതപ്രകാരം ഒരു വ്യക്തിക്ക് ഉപയോഗിക്കണമെങ്കിൽ വളരെയധികം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്സ്. അത് വളരെ ഹാർഡുള്ളതായ ഒരു സംഗതിയാണ് എന്ന് നാം മനസ്സിലാക്കുക. നാം നമ്മുടെ കയ്യിലുള്ള പൈസ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നാം ശരിയായ ഉദ്ദേശശുദ്ധിയോടുകൂടെ നാം ആ പണത്തെ കൈകാര്യം ചെയ്യണം. ദൈവം സാമ്പത്തികം തരുമ്പോൾ ആവശ്യമില്ലാത്ത പാഴ്ചെലവുകളെ, ആവശ്യമില്ലാത്തതായ സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടുന്നതിൽ നാം വ്യഗ്രത കാണിക്കരുത്. അങ്ങനെ വ്യഗ്രത കാണിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ അതവിടെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകും എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1 കൊരിന്ത്യരുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ആണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവീൻ എന്നുള്ളതാണ്. അപ്പോൾ നാം വളരെ ഉദ്ദേശശുദ്ധിയോടെ, ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം അവരുടെ കയ്യിൽ പൈസ പണം കൊടുത്തപ്പോൾ അവർ എന്തു ചെയ്തു? ദൈവഹിതമല്ലാത്തതായ വഴികളിൽ തന്നിഷ്ടപ്രകാരം ഉദ്ദേശശുദ്ധി ഇല്ലാതെ അനേക സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും അനേക കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയും ചെയ്തവർ പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് ആ സാമ്പത്തിക സ്രോതസ് മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ദൈവം നമ്മുടെ സാമ്പത്തിക നിലയെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അടുത്തതായിട്ട് നാം മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണസംബന്ധമായി ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഇരുമ്പ് ആയുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗം ഉള്ളത് ആകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നാം നമ്മുടെ സമയവും ജോലിയും കഴിവുമൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടവരാണ്. അങ്ങനെ ശരിയായ രീതിയിൽ നാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഠിനാധ്വാനികളായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും. കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ അവസരങ്ങളും നാം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് വരും കാലത്തിൽ നമുക്ക് സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ, പണത്തെ അത് ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. 4-ാമത്തെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം കഠിനാധ്വാനം ചെയ്യുന്നവരെ
അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കഠിനാധ്വാനിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നാണ് ദൈവവചന പ്രകാരം എനിക്ക് പറയുവാനുള്ളത്. കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത, അതേപോലെ തന്നെ ഒത്തിരി പേർ അങ്ങനെ കഴിവില്ലാത്തതും പ്രത്യേക പ്രവൃത്തി പരിചയമില്ലാത്തവരുമൊക്കെ ജീവിതത്തിൽ വിജയം കണ്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കഠിനാധ്വാനികളായതുകൊണ്ടാണ്. നാം കഠിനാധ്വാനികളായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെപ്പറ്റി പറയുന്നു. അതായത് നമ്മുടെ കഴിവും നമുക്ക് പരിചയവും ഉണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിൽ ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട് കഴിയും. നേരെ മറിച്ച് നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങൾ കഠിനാധ്വാനി അല്ല എങ്കിൽ ജീവിതത്തിൽ വിജയം നിങ്ങളെ തേടി വരുവാനായിട്ട് ഇടയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെക്കാളും എത്രയോ കഴിവ് കുറഞ്ഞവർ, എത്രയോ പ്രവൃത്തി പരിചയമില്ലാത്തവരൊക്കെ ജീവിതത്തിൽ വിജയം പ്രാപിച്ചു. അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് അവർക്ക് കഠിനാധ്വാനികളായിരുന്നു എന്നുള്ളതാണ്. 5-ാമത്തെ ഒരു പ്രത്യേകത, സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ എന്നുള്ളതാണ്. അതായത് നാം കടം വാങ്ങുന്നവരാകരുത്, നാം നിക്ഷേപകരായിരിക്കണം. നമ്മുടെ പൈസ, നമ്മുടെ പണത്തെ നാം ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം. കടം മേടിച്ചാൽ കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനായി തീരും എന്നുള്ളതാണ്. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ സത്യം ഇന്ന് പകൽക്കാലം ഞാൻ തുറന്നു പറയുവാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ദൈവം നൽകിയതായ പണത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം, നിങ്ങൾ നിക്ഷേപകരായി തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യം ഇപ്രകാരം പറയുന്നു: 5 താലന്ത് ലഭിച്ചവൻ അടുക്ക് വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഈ ഭാഗം ഏവർക്കും സുപരിചിതമായിട്ടുള്ളതായ ഒരു ഭാഗമാണ്. യജമാനൻ താലന്ത് കൊടുത്തു, അത് 5 ഒരുവന് കൊടുത്തവൻ 5 കൂടെ നേടി വന്നു. അതായത് തനിക്ക് ലഭിച്ചവനെ അവൻ നിക്ഷേപിക്കുവാനായിട്ടിടയായിത്തീർന്നു, തനിക്ക് ലഭിച്ചതിനെ അവൻ വ്യാപാരം ചെയ്യുവാനിടയായിത്തീർന്നു. തനിക്ക് ലഭിച്ചതിനെ താൻ മറച്ചു വെക്കാതെ അതിനെ വ്യാപാരം ചെയ്തതുകൊണ്ട് 5 കൂടി നേടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം കടം മേടിക്കുന്നവരാകരുത്, നാം നിക്ഷേപകരായിരിക്കണം. ഒരു കാലത്ത് നമുക്കറിയാമല്ലോ, ദൈവജനം പണം സമ്പാദിക്കുന്നതിനും ദൈവജനം നല്ല ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും എതിരായി ഒത്തിരി പ്രസംഗിച്ച അല്ലെങ്കിൽ ഒത്തിരി ഉപദേശങ്ങൾ പരന്നിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ നാം തിരുവചനത്തിൻ്റെ ഒരു സത്യം മനസ്സിലാക്കണം. നാം ഒക്കെ സംരംഭകരായിട്ട് മാറണം, നിക്ഷേപകരായിട്ട് മാറണം. നിങ്ങൾക്ക് ലഭിച്ചതായ, നിങ്ങൾക്കുടെ കയ്യിലുള്ളതായ സാമ്പത്തികം ശരിയായ പ്ലേസിൽ, ശരിയായ സ്ഥലത്ത്, ശരിയായ സമയത്ത് നിക്ഷേപിക്കേണ്ട നിക്ഷേപകരായിട്ട് മാറണം. എല്ലാ യുവജനങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സംരംഭകരായിട്ട് മാറണം. അങ്ങനെ സംരംഭകരായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനായിട്ടിടയായിത്തീരും. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന്
കൂലി വാങ്ങുന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടെ ഇനി ആരും സുവിശേഷ വേലയിൽ ഇറങ്ങേണ്ടതായിട്ടില്ല. ഞാൻ സുവിശേഷ വേലക്കാരോട് പറയാം, നാമും നിക്ഷേപകരായിട്ട് തീരണം. നാമും എന്തു ചെയ്യണം? കടം വാങ്ങുന്നവരാകരുത്, നിക്ഷേപകരാകണം. അങ്ങനെ നിക്ഷേപകരായി തീരുമ്പോൾ, സംരംഭകരായി മാറുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനായിട്ട് ഇടയായി തീരും. ആറാമത്തെയും അവസാനത്തെയുമായ ഒരു തത്വം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ആറാമത്തെ തത്വം ഇതാണ്: മനസ്സോടെ ദൈവവേലയെ സഹായിക്കുന്നവരായിരിക്കണം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദശാംശമൊക്കെയും എന്തു ചെയ്യണം? ആലയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഞാൻ ദശാംശത്തെ പറ്റിയല്ല പറയുന്നത്. പിന്നെയോ നാം ദൈവവേലയ്ക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരായിരിക്കണം. അങ്ങനെ സഹായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരുവാൻ ഇടയാകും എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കണം. നിക്ഷേപകരായിരിക്കുവാൻ നാം ആയിരിക്കുന്നത് പോലെ ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരുമായിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതിൻ്റെ 10-ാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29-ഉം 30-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് യേശു, എൻ്റെ നിമിത്തം, സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവർ ആരുമില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. നാം മനഃപൂർവമായിട്ട്, നാം ജെന്യുവിനായിട്ട് നാം എന്ത് ചെയ്യണം? ദൈവവേലയെ സഹായിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് നാം വായിച്ച തിരുവചന ഭാഗത്തിൽ ഈ ലോകത്തിൽ വെച്ചു ലഭിക്കുന്ന പ്രതിഫലവും വരും ലോകത്തിൽ വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഈ പറയപ്പെട്ടതായ 6 തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.